ഗുഡ് മോർണിംഗ്. ഇവിടെ ഇപ്പോൾ സമയം 6:35. ലണ്ടൻ സമയം രാവിലെ 6:35. പൂട പോലും കാണുന്നില്ല, എല്ലാം എണീറ്റ് പോയി. ഓരോരുത്തരുമായി എണീറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ട്രിപ്പ് മൂഡിലാണ്. എല്ലാരും എണീറ്റിരിക്കുന്നു. കൊച്ചിറക്കടാ, എണീറ്റിടാ. ചേട്ടാ ഒരു ചായ. എന്നത് പഴം വർക്ക് വന്നു. രാവിലെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തുടങ്ങി. ലണ്ടനിൽ ദോശ. ഗുഡ് മോർണിംഗ് ഉണ്ടേ. ഗുഡ് മോർണിംഗ്. പാവൊന്നും പറഞ്ഞിട്ടില്ലേ? ഇത് കരിയുന്ന എങ്ങനെയാ? അത് നല്ല മൊരിഞ്ഞ ദോശ. നല്ല മൊരിഞ്ഞതേ ഉള്ളല്ലോ നമ്മുടെ ദോശയൊക്കെ. 10 പേരെ കാണുന്നതല്ലേ ചേച്ചി ഉദ്ദേശിച്ചത്? അതെ, ഇങ്ങനെയാണോ ദോശ കൊടുത്തത് ലണ്ടനില്? ഇതെന്താ സംഭവം ചേച്ചി? അതെന്നാ സംഭവം? അതൊക്കെ വെറൈറ്റി ട്രേഡ് സീക്രട്ട് ആണോ? ട്രേഡ് സീക്രട്ട് സമ്മന്തി. കോസ്കോയിലെ വെളിച്ചെണ്ണ കണ്ടോ? UK-യിലും കണ്ടോ? കണ്ടോ? ലണ്ടനിൽ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന കുട്ടികളെ കണ്ടോ? വരികൾ നോക്കൂ, കാഴ്ച കാണും. വെരി നൈസ്. നല്ല ചൂട് ദോശ, സമ്മന്തി. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം, നീ ഓടി വീടല്ലോ. അതെ, ട്രിപ്പ് പോകാനുള്ളത്. ഞാൻ അരിഞ്ഞു വെച്ച മല്ലിയിലയാണോ? ഓ കേട്ടോ ഗൈസ്, ഇത് എടുത്തു കൊടുക്കാൻ ആരും വേണ്ട. ഇത്രയും ബഹളത്തിനിടയ്ക്ക് കഴിക്കുന്ന ഒരു സുഖം. ഇതോടെ സർവ് ചെയ്തോണോ? അയ്യോ, ജസ്റ്റ് മിസ് ഗൈസ്. ഞാൻ റെഡിയാ മോളെയുള്ളത്. ഇത്രയും വലിയ ചേച്ചിമാരുടെ പിള്ളേരാവും നമുക്കിങ്ങനെ ഡ്രസ് ഇടാം, അവര് മുടി കെട്ടിത്തരും. കുസൃതി അവിടെ നിൽക്കുന്നു ഗൈസ്. വളരെ ഭംഗിയാർന്ന സ്ഥലം. ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഇവിടെ വിന്റർ ആയാലും പച്ചപ്പാണ് ഗൈസ്. ഇത് കണ്ടോ, ഫുൾ പച്ചപ്പ്. എവിടെ എവിടെ? സൗത്ത് ഒക്കണ്ടൻ, ഉണ്ണിക്കണ്ണൻ. നല്ല ഭംഗിയാർന്ന. നമ്മൾ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. വീടിൻ്റെ തൊട്ടടുത്താണ് സ്റ്റേഷൻ. നമ്മൾ അങ്ങോട്ടാണ് നടന്നു പോകുന്നത്. 5 minutes walk. നമ്മളെല്ലാവരും ഇന്ന് നമ്മൾ ബസ്സും ട്രെയിനൊക്കെ കയറി UK മൊത്തത്തെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനാണ്. അടിപൊളി കേട്ടോ, നല്ല ക്ലൈമറ്റും. അവിടെ നിന്ന് വരുന്നതാണ്. ആ അത് ശരിയാ. അതിങ്ങനെ ഹ്യൂമിഡിറ്റിയുടെ കാര്യമായിരിക്കും അല്ലയോ? അല്ല, ഞാൻ പറഞ്ഞ കാനഡ കുറ്റം പറയും, ഭയങ്കര തണുപ്പാണ്.
Oh my God. അയ്യോ ഓടിക്കോ. ഞങ്ങൾക്കധികം സമയമില്ല ഗൈസ്. ടിക്കറ്റ് മേടിക്കണം അവിടെ ചെന്ന്. ഓയിസർ കാർഡ് മേടിക്കണം. 1 ഡേ ടിക്കറ്റ്, 1 ഡേ പാസ് ആണ്. എന്നുള്ള വ്യൂ ഉണ്ടോ? UK വീടുകളുടെ ബാക്ക് യാർഡൊക്കെ കണ്ടു ഗൈസ്. ഹായ്. എങ്ങനെ? ആ തൊട്ടടുത്തല്ലേ. ഇവിടെ പിന്നെ വേറൊരു കൗതുക കാഴ്ച എന്ന് പറയുന്നത് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സൈഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാർക്ക് ചെയ്യും ഗൈസ്. നമ്മൾ കാനഡയിൽ ഒരു സൈഡിലെ വണ്ടികൾ ഒരു സൈഡിലോട്ടല്ലേ പാർക്ക് ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പാർക്ക് ചെയ്യാം. അത് എല്ലാ സമയത്തും ഏതോ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇത് കണ്ടോ, വണ്ടിയിൽ 2 അങ്ങോട്ട് കിടക്കുന്നു, പിന്നൊരു വണ്ടി ഇങ്ങോട്ട് കിടക്കുന്നു. നമ്മൾ സ്റ്റേഷൻ എത്തി ഗൈസ്. ആ കാണുന്നതാണ് സൗത്ത് ഒക്കിറ്റോൺ സ്റ്റേഷൻ. ക്യൂട്ട് ട്രെയിൻ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ കണ്ടോ ഗൈസ്? കൊള്ളാമല്ലേ? ഗൈസ് മെഷീൻ കംപ്ലൈൻ്റ് ഇവിടെ പാസ് എടുക്കാനുണ്ട്, ഡെയിലി പാസ്. അതോ കുറച്ച് ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അടുത്ത ദിവസം എല്ലാവരും തിരക്കിട്ട് ഓട്ടത്തിലാണ് ഗൈസ്. ഇവിടെ തിരക്കാണ് ഗൈസ്, തിരക്ക്. ഇത് എന്ത് സ്റ്റേഷനാ ചേച്ചാ? ടാപ്പ് ചെയ്യണോ ഇനി? കാശ് ടാപ്പ് ചെയ്ത് പോവാണ് ഗൈസ്. ആക്ച്വലി അതങ്ങനല്ല. നമ്മൾ കാർഡ് വെച്ച് ഇങ്ങനെ ഡയറക്റ്റ് 1 ടൈം പേ ചെയ്ത് കയറുവാണെങ്കിൽ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ എക്സിറ്റ് ഒന്നുകൂടെ ആ കാർഡ് തന്നെ ടാപ്പ് ചെയ്യണം. അപ്പോഴേ ഇത് ക്ലോസ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ക്യാഷ് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്താണ് നമ്മളിനി കയറാൻ പോകുന്ന അണ്ടർഗ്രൗണ്ട് ആണ്. അണ്ടർഗ്രൗണ്ട് ട്രെയിനോ ട്യൂബ്, അണ്ടർഗ്രൗണ്ട് ട്യൂബാണ് ഗൈസ്. നമ്മുടെ ട്രെയിൻ വരുന്നു ഗൈസ്, ഡിസ്ട്രിക്ട് ലൈൻ. പക്ഷെ അതും ഡിസ്ട്രിക്ട് ലൈൻ ആണല്ലോ, പക്ഷെ പേര് ഡിഫറെൻറ്റ്. ഇത് ഈലിംഗ് ബ്രോഡ്വേ ആണ്. പേര് നോക്കി വേണം നമ്മൾ ട്രെയിനൊക്കെ കയറാൻ. ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട് ഗൈസ്. കോമഡിയാണ് ഗൈസ്. ഇറങ്ങേണ്ട സ്റ്റോപ്പൊക്കെ മറന്നു, അതായത് ചാടിയൊക്കെ ഇറങ്ങിയത്. സ്പീഡ് കണ്ടോ? അതുകൊണ്ട് എന്തോരം ഡീപ്പിലാണ് അണ്ടർഗ്രൗണ്ട് ട്യൂബ് ഓടുന്നത് കണ്ടോ ഗൈസ്. നമ്മൾ UK എവിടെയെങ്കിലും എസ്കലേറ്റർ കയറുവാണെങ്കിൽ നമ്മളെപ്പോഴും റൈറ്റ് സൈഡ്, ഒരു സൈഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിലേക്ക് പെട്ടെന്ന് പോകുന്ന ആളുകൾക്ക് സ്പീഡിൽ പോകാനുള്ള സ്പേസ് ഇട്ട് വെക്കണം. ഇത് പോക്ക് നോക്കിയേ, എന്ത് കുത്തനെ പോന്നെ. ഇത് കണ്ടോ ഗൈസ്, വീഡിയോ കണ്ടാ മനസ്സിലാവത്തില്ല. നമ്മൾ ലണ്ടൻ കയറി ഗൈസ്. ഇത് വേറെ ലോകം എത്തിയല്ലോ. ഇപ്പൊ ശരിക്കും നമ്മൾ ലണ്ടൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ആ ഇവിടെ അടുത്ത റീല്
നമ്മൾ അടുത്ത റീൽ നമുക്ക് ഇറങ്ങിയെടുക്കാം. ഡോണ്ട് വെറി. ബ്രിട്ടീഷ് മ്യൂസിയം കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് റീൽ എടുക്കാനുണ്ട് ഗൈസ്. നമ്മൾ ബ്രിട്ടീഷ് മ്യൂസിയം കണ്ടതിന് ശേഷം നമ്മൾ വന്ന് റീൽ എടുക്കുന്നതായിരിക്കും. വൈബ് ബൂത്ത് ഗൈസ്, ബൂത്ത്, ടെലിഫോൺ ബൂത്ത്. എന്റെ ഫോൺ സ്നാച്ച് ചെയ്തിട്ട് പോവായിരുന്നോ? ഓ, ഇത് ശരിക്കും ടിപ്പിക്കൽ ലണ്ടൻകാരി വരുന്നു ഗൈസ്. നോക്കിക്കോളൂ. അപ്പോ പിന്നെ എന്തുപോലെ അത് നിങ്ങളുടെ കൈ കുഴിച്ച് സീറ്റ് കൈ വെച്ചാൽ അത് നിങ്ങളുടെ അവിടെ വരും. ഓ, അങ്ങനെ വെറും ഗൈസ്. ഈ കൊച്ചിന് വട്ടാന്നാ തോന്നുന്നത്. അല്ല, ഗൂഗിൾ മാപ്പ്. വൻ വൈബാണ് ഗൈസ് ഇവിടെ. എംബസി. അടിപൊളി കേട്ടോ. നല്ല ലണ്ടൻ വരൂങ്ങളിലൂടെ വരിയോരങ്ങളിലൂടെ നടക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. വരൂ. ശരിക്കും ഭയങ്കര കൗതുകം. വേറൊരു ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ് നടന്ന്. ഈ ജംഗ്ഷന്റെ പേരെന്താണ്? ഇത് ഏത് ജംഗ്ഷനാണ് വിനിക്കുട്ടി? പേരെന്താ? അങ്ങനെന്തോ ബ്ലൂ. ഓക്കെ. മ്യൂസിയം സൂപ്പർ സ്റ്റോർ ആണ് ഗൈസ്. പുറകില് ബ്രിട്ടീഷ് മ്യൂസിയം എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് മ്യൂസിയം, ബ്രിട്ടീഷ് മ്യൂസിയം. നമ്മുടെ കാനഡയിലെ ഓട്ടോവ പോലെയൊക്കെ ഉണ്ട്. കാനഡയിലെ ഓട്ടോവ പോലെയൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ നമ്മൾ ബ്രിട്ടീഷ് ഐക്കോണിക് സംഭവമായ റെഡ് കളർ ടെലിഫോൺ ബൂത്ത് വീണ്ട്. മെയിൻ എൻട്രൻസ് ഇതാണ് ഗൈസ്. ബാക്ക് എൻട്രൻസ് വഴി കയറണം. ഒരുപാട് ഗ്രൂപ്പുണ്ട്. ദൈവമേ, ഇത് എങ്ങനെ അകത്ത് കിടക്കും? കുറേ സ്റ്റുഡൻസ് ഒക്കെ പലയിടത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അകത്ത് കയറാനായിട്ട്. ഭാഗ്യം ഈ ലൈൻ വേറെ എന്തോ ലൈനാണ്, സ്റ്റുഡൻസിന്റെ ലൈനാന്ന് തോന്നുന്നു. നമ്മൾ അത് കയറേണ്ട ആവശ്യമില്ല, നമുക്ക് വേറെ റോട്ടാ. ഭാഗ്യം. അതങ്ങ് ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുക. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണം ഗൈസ്. ഇവിടെ ഗൈസ് നമ്മൾ ലണ്ടന്റെ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബ്രിട്ടീഷ് മ്യൂസിയം കണ്ടിട്ട് നമ്മളെ പുറത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി വൈബാണ് ഗൈസ് ഈ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ? അപ്പോൾ ലണ്ടന്റെ ടാക്സി, ഇത് ലണ്ടൻ ടാക്സിയാണ് ഗൈസ്. ഈ കാണുന്ന ബ്ലാക്ക് ലണ്ടൻ ടാക്സിയാണ്. നമ്മൾ ഇനി സ്കൈ ഗാർഡനിലേക്ക് പോവാണ്. ബ്രിട്ടീഷ് മ്യൂസിയം കണ്ടു, നൈസാണ്. ഭയങ്കര സ്റ്റീപ്പായിട്ടാണ് പോകുന്നത് ഗൈസ്, പറഞ്ഞ മനസ്സിലാവത്തില്ല. നമ്മൾ അണ്ടർഗ്രൗണ്ട് ട്യൂബിലാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, തുരങ്കം ടണലാണ്. ഇത് ടണലല്ലേ? എല്ലാ പടകളും ഉണ്ട്. അപ്പക്കൂട്ടനാണ് ട്രൈപ്പോഡ് പിടിച്ചിരിക്കുക. സത്യം നൈസായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പം
ലണ്ടൻ്റെ അകത്ത് ഉള്ള സ്കൈ ഗാർഡനിൽ പോവുക. അത് ഫ്രീ ആണ് നമുക്ക്. സോ അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. വീട്ടിൽ പോത്തൊന്നുമില്ല, അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകും. നമ്മൾ ലണ്ടന്റെ മറുവശത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ട്രെയിൻ കയറി വേറൊരു സ്റ്റോപ്പ് ബാങ്ക്. ഓക്കെ, നമ്മൾ ഇനി പോകുന്നത് സ്കൈ ഗാർഡനിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 5 minutes walk. നമ്മൾ ബാങ്ക് സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ സ്കൈ ഗാർഡനിലേക്ക് വാക്ക് ചെയ്യാണ്. 5 minutes walk അല്ലേ ഉള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവരും മുമ്പിൽ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ബ്ലോഗ് എടുത്ത് ബാക്കിലാണ്. ഇവിടെ സൈഡിൽ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ആസ് യു ക്യാൻ സീ. Would you mind to quickly go stand and because I have some space? And once there is space for everyone. ടിക്കറ്റ് ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കൈ ഗാർഡന്റെ ലോഗോ ആണ്. 13 വർഷത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ്. 13 വർഷമായി UK നിൽക്കുന്ന പുള്ളിയാണ് ഈ പുള്ളി. ആദ്യമായിട്ട് സ്കൈ ഗാർഡൻ. താങ്ക് യു സഞ്ജയ് ആൻസലി. ചിലരൊക്കെ ഇത് പൊക്കി പിടിച്ചോണ്ട് വരും. ഇതൊക്കെ ആദ്യമായിട്ടാണോ കാണിക്കുന്നത്? ഇതൊക്കെ ഞങ്ങൾ UK കിടക്കുന്നവർ കണ്ടു മടുത്തിറക്കുകയാണ് എല്ലാവരും അങ്ങനെ അല്ല. ഇവിടെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഒരു സെൻട്രലിലെ കഫേ പോലൊരു സംഭവമുണ്ട്. കോഫിയും കേക്കും എന്തെങ്കിലും പേസ്ട്രീസ് ഒക്കെ മേടിച്ച് റിലാക്സ് ചെയ്ത് കാഴ്ചയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ആ സ്റ്റെയർ കേസ് കയറിപ്പോകുന്ന കാഴ്ചകൾ ഇപ്പം കാണിക്കാൻ ഞാൻ. ഈ ഏരിയയിൽ ഈ സ്കൈ ഗാർഡൻ എന്ന് പറയുന്നത് ഈ കാണുന്ന വ്യൂ ആണ്, ടോപ്പ് വ്യൂ ആണ്. നമ്മളെ ഹോൾ ലണ്ടൻ സിറ്റി നമുക്ക് ഇവിടെ നിന്നൊരു കാണാൻ പറ്റും. ഈ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഫാൻസി റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഭയങ്കര പ്രൈസാണ്. ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. നല്ല രസമുണ്ടല്ലേ? നല്ല പൈസ കയ്യിലുള്ളവരാണെങ്കിൽ മാത്രം ഈ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം, അല്ലെങ്കിൽ പുറത്ത് പോയി കഴിച്ചാൽ മതി. ഗൈസ്, ഞാനിവിടെ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യണം. ബാക്കി വീഡിയോ അടുത്ത റിമൈനിങ് ഭാഗങ്ങളൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് കാനഡ സൈനിങ് ഓഫ്.